അധ്യക്ഷൻ, യോഗത്തിൻ്റെ അധ്യക്ഷൻ, PTA-യുടെ ആരാധ്യനായ പ്രസിഡന്റ് ജയൻ സർ അവർ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി രജി, ശിശുദിന സന്ദേശം നൽകുന്ന നമ്മുടെ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി രാജേശ്വരി രാജൻ, ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജു, നമ്മുടെ PTA എക്സിക്യൂട്ടീവ് ഓഫീസർ KS, നമ്മുടെ യോഗത്തിന് നന്ദി പറയുന്ന കോവൻ P മാത്യു സ്റ്റാഫ് സെക്രട്ടറി സാർ, പ്രിയമുള്ള PTA അംഗങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് HM-ആയി ജോയിൻ ചെയ്തത്. ഞാൻ 5ാം ക്ലാസ് മുതലുള്ള 12 വരെയുള്ള ഒരു സ്കൂളിലായിരുന്നു കഴിഞ്ഞ 20 വർഷക്കാലമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അനുഭവം എന്നെ സംബന്ധിച്ചിട്ട് വളരെ പുതുമയുള്ള അനുഭവമായിരുന്നു. അവിടെ ശിശുദിനം വളരെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കുന്ന മറ്റു ദിനങ്ങളെ പോലെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇത്രയും നല്ലൊരു ആഘോഷം എൻ്റെ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറിയ കുട്ടികളില്ലാത്തത് കൊണ്ടായിരിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി രജി അവർ, ശിശുദിന സന്ദേശം നൽകുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ അവർ, നമ്മുടെ സ്കൂളിൻ്റെ HM ശ്രീമതി സലൂജ ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉഷാമോഹനൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, PTA മെമ്പേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ഇന്ന് വളരെ മനോഹരമായ ഒരു ദിനം. ശിശുക്കളെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ നടന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന നല്ലൊരു ദിവസമായി ഈ ദിവസം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശിശുദിന സന്ദേശം പറയുന്നതിൽ എത്തിച്ചേർന്നിരിക്കുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജൻ, നമ്മുടെ HM സലൂജ ടീച്ചർ, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ അജു KS, മറ്റു പ്രിയമുള്ള അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ശിശുദിനം നവംബർ 14 നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ 134ാമത് ജന്മദിനമാണ്. ഇന്ന് ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 134 വയസ്സ് നമ്മൾ ആഘോഷിക്കും. നമ്മളെല്ലാവരും പിറന്നാൾ ആഘോഷിക്കുന്ന ആളുകളാണ്. എല്ലാവരും 1ാം പിറന്നാൾ മുതൽ ഇങ്ങനെ ആഘോഷിക്കും. പിന്നെ നമ്മൾ ശിശുദിനമായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുക. പൂന്തോട്ടത്തിലെ പൂട്ടുകളായിട്ട് കുട്ടികളെ കണ്ടുകൊണ്ടിരുന്ന ആളാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. നമുക്ക് കാണാം, ഒരു തൊപ്പിയും ഒരു നീളം കുപ്പായവും ഇവിടെ റോസപ്പൂ ഒക്കെ കുത്തി ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം. അതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിത്രം. ഇന്നിപ്പോൾ അതുപോലെ തന്നെ റാലിയിൽ എല്ലാവരും പ്രശ്ന വേഷം ഉണ്ടായിരുന്നു. കൂടാതെ കുട്ടികളെല്ലാം തലയിൽ തൊപ്പിയൊക്കെ വെച്ച് അതുപോലെ വേഷവിധാനം നടത്തി നമ്മളൊരു മനോഹരമായ ഒരു റാലി നടത്തി. അടുത്തേക്കാവും, ഇച്ചിരി അടുത്തേക്കാവും. കുറച്ച് പേര് ഇപ്പഴത്തേക്ക് വരാം. എന്നിട്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കി.
ഇതിലെല്ലാവരും ഇടാം എല്ലാവരുടെ എല്ലാവരും ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. പ്രീ പ്രൈമറി ഫസ്റ്റ് ശിശുദിന ആഘോഷവേദിയുടെ അധ്യക്ഷനായിരിക്കുന്ന പടിയിരിക്കണ്ടം ഗവൺമെൻറ് സ്കൂൾ PTA ശ്രീ ജയനേറ്റൻ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച HM സലൂഷ മാഡം, ഇടുക്കി കഞ്ഞിക്കുഴി ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ, ഈ വേദി ഔപചാരികമായി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ശ്രീമതി ഷൈനി റജി അവറുകൾ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് അജൂബ്, മറ്റ് PTA-യുടെയും MPTA-യുടെയും ഭാരവാഹികൾ, പ്രിയപ്പെട്ട അധ്യാപകര്, അനധ്യാപകര്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ സ്നേഹനിധികളായ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഏറ്റവും കൃത്യമായ രീതിയിൽ ശിശുദിന ആശംസകൾ നേരുന്നു. നാളെയുടെ രാഷ്ട്രത്തിൻ്റെ പൗരന്മാരായി, ഉത്തമ പൗരന്മാരായി വളർന്നു വരേണ്ട കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുൻപിൽ ഇന്നിരിക്കുന്നത്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ഇന്ന് ശിശുദിനമായി ആഘോഷിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു സ്വപ്നം കണ്ട രാഷ്ട്രത്തെ വാർത്തെടുക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കേണ്ട ആളുകളാണ് സ്നേഹനിധികളായ ഈ കുഞ്ഞുങ്ങൾ. യോഗ അധ്യക്ഷൻ ജെയിംസ് സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി റജി അവർ, ഈ യോഗത്തിലെ ശിശുദിന സന്ദേശം നൽകിയ ബഹുമാനീയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നമ്മുടെ MPTA-യുടെ പ്രസിഡന്റുമായ ശ്രീമതി രാജേശ്വരൻ, യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മളുടെ സ്കൂളിൻ്റെ പ്രിയങ്കരിയായ HM ശ്രീമതി സലൂജ ടീച്ചർ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പ്രിയങ്കരായ രക്ഷിതാക്കളെ, ഇന്ന് ശിശുദിനമാണ്. ശിശുദിനത്തിന് മിഠായികൾ മേടിച്ച് ഇവിടെ പ്രീ പ്രൈമറി ഫസ്റ്റ് ആഘോഷിക്കുന്നതിനായി വന്നെത്തിയിരിക്കുന്ന ഒരാളുകളുണ്ടായിരുന്നു. അവർ നിങ്ങളുടെ മുന്നിൽ വലിയ പ്രസംഗവും നടത്തി വലിയ ആശംസകളൊന്നും അർപ്പിക്കുന്ന കാര്യമില്ല എന്നറിയാം. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ശിശുദിനം ആരുടെ ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്? ആരുടെ ജന്മദിനം ശിശുദിനം? ആരുടെയാ? എല്ലാവർക്കും മിഠായി കിട്ടിയില്ലേ? മിഠായി കിട്ടിയോ? റാലിക്കൊക്കെ പോയി? റാലി കഴിഞ്ഞ് വന്നു. നമ്മൾ ആരുടെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്? ചാച്ചാജിയെ. ഇത്രയും നേരം ഇവർ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ? ചാച്ചാജി എന്ന് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ കേട്ടായിരുന്നോ? എന്നിട്ടെന്നാ മറന്നുപോയേ? വേദിയിലെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല സന്തോഷവാന്മാരും സന്തോഷവതികളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ ഏറെ ദിവസമായിട്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സും ഞങ്ങളുടെ സഹപ്രവർത്തകരും എല്ലാം നല്ല ടെൻഷനിലായിരുന്നു. എന്താണേലും അറിയാം, ഒരു പ്രാവശ്യം നമ്മൾ ടെൻഷൻ അടിക്കുന്നതിൻ്റെ 4 ഇരട്ടി സന്തോഷം ഞങ്ങളുടെ പേരൻസിൽ നിന്ന്, ഞങ്ങളുടെ കുട്ടികളുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടാണ്. ഇന്നത്തെ ഫാൻസി ഡ്രസ് എന്ന മത്സരം മാത്രമാണ് നമ്മളിവിടെ പിന്നിട്ടിരിക്കുന്നത്. ഫാൻസി ഡ്രസ്സിന് ജഡ്ജസായി എത്തിയിരിക്കുന്ന ഓരോ ടീച്ചർമാരും പറയും, ടീച്ചർ അവർക്ക് മാർക്കിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഒരാളേക്കാൾ വെല്ലുന്ന പരിപാടിയാണ് കാഴ്ചവെച്ചതെന്ന്. ഓരോ പേരൻസിൻ്റെയും സപ്പോർട്ടാണ് നമ്മളത് നിന്ന് കാണുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രീ പ്രൈമറി തന്നെയാണ്. അത് ഏത് വേദിയിലും എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. പ്രീ പ്രൈമറി കുട്ടികളെ എപ്പോഴും നല്ല രീതിയിൽ എത്തിക്കുന്നത് അവരുടെ പേരൻസ് മാത്രമാണ്. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂളിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും 134 കുട്ടികളടങ്ങുന്ന എൻ്റെ കുടുംബം, ആ കുടുംബത്തിൽ 134ാമത് ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് 4ഉം 5ഉം വയസ്സുകൾ മാത്രം. അവർ ചാച്ചാജി ആരാണെന്നോ ചാച്ചാജിയുടെ പ്രവർത്തനം എന്താണെന്നോ കണ്ടിട്ടില്ല. എങ്കിൽ കൂടി ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രീ പ്രൈമറിയുടെ കവാടത്തിലേക്ക് എത്തുമ്പോൾ അവർ ചാച്ചാജിയോട് കൂടെ തന്നെ ജീവിച്ച് ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് നല്ല ഉത്തമ വിശ്വാസം
വിശ്വാസമാണ്. കുട്ടികളുടെ പ്രോഗ്രാം അവതരിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഗ്രാം രാവിലെ മഴയുടെ ഒരു ചെറിയ തടസ്സമുള്ളതുകൊണ്ടാണ് അല്പം വൈകിയത്. എന്താണേലും എല്ലാ കുഞ്ഞുങ്ങളും മനോഹരമായി ഫാൻസി ഡ്രസ് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഈ അടുത്ത എല്ലാ പ്രോഗ്രാമും മനോഹരമായി എല്ലാ കുഞ്ഞുങ്ങളും അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മത്സരവേദിയായിട്ട് ആരും കണക്കാക്കരുത്. എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അരങ്ങായിട്ട് തന്നെ എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കരുതണം. എല്ലാവർക്കും നല്ലൊരു സന്തോഷത്തിന് ആശംസിച്ചുകൊണ്ട് വേദിയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെ കടന്നു വരണമെന്ന് ആശംസിക്കുന്നു. Isan Agnesh on the stage. വീട്ടിലല്ലൊരു തട്ടാവാടി തത്തമ്മ, പാട്ടുപാടി പാലോടിക്കും തത്തമ്മ. തത്തമ്മയ്ക്കൊരു പച്ചെടുപ്പാത്തുള്ളി എൻ്റെ അമ്മ. തത്തമ്മയ്ക്കൊരു പച്ചെടുപ്പാത്തുള്ളി എൻ്റെ അമ്മ. അങ്ങാടിയെത്തുമ്പോൾ അച്ചമ്മങ്ങി വന്നല്ലോ തത്തമ്മയ്ക്കൊത്തിരി ചെറുവരങ്ങാൻ. അങ്ങാടിയെത്തുമ്പോൾ അച്ചമ്മങ്ങി വന്നല്ലോ തത്തമ്മയ്ക്കൊത്തിരി ചെറുവരങ്ങാൻ. ചെറുകോഴിക്ക് കൊത്തി തിന്നു തത്തമ്മ, ചെറുകോഴിക്ക് കൊത്തി തിന്നു തത്തമ്മ. വീട്ടിലൊരു തട്ടാവാടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. തത്തമ്മയ്ക്കൊരു പച്ചയുടുപ്പ് തുന്നി എന്നമ്മ. തത്തമ്മയ്ക്കൊരു പച്ചയുടുപ്പ് തുന്നി എന്നമ്മ. അങ്ങാടിയെത്തുമ്പോൾ അച്ചമ്മങ്ങി വന്നല്ല തത്തമ്മയ്ക്കൊത്തിരി ചെറുവരങ്ങാൻ. അങ്ങാടിയെത്തുമ്പോൾ അച്ചമ്മങ്ങി വന്നല്ല തത്തമ്മയ്ക്കൊത്തിരി ചെറുവരങ്ങാൻ. ചെറുകോഴിക്ക് കൊത്തി തിന്നു തത്തമ്മ, ചെറുകോഴിക്ക് കൊത്തി തിന്നു തത്തമ്മ. ഓകൊക്കെ കുട്ടയിലെന്താണ്, പഴുത്ത മക്ക പച്ച മക്ക രണ്ടാണ്. മാച്ചുള്ള വയസ്സെന്നാണ് രണ്ടക്കൊക്കെ അയൽക്കാരെ മുട്ടിട്ട് പൊട്ടി വിരിഞ്ഞ്, തള്ളക്കോഴി മുട്ടിട്ട് പൊട്ടി വിരിഞ്ഞ്. ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കുഞ്ഞുങ്ങൾ, കറുത്തതുണ്ട് വെളുത്തതുണ്ട് പുള്ളിമുണ്ട്. വാലില്ല ചെറുവില്ല കാലുകൾ രണ്ട്. രണ്ട് മീറ്റ നിങ്ങൾ ഒന്ന് പിടിച്ച് തരാമോ നീ? ചെറിയൊരു കൂട്ടിലടച്ചിടാം വേണ്ട തങ്കം പോയിക്കോട്ടെ, നാളെ അവിടം വന്നിടും. കഷ്ടം നമ്മൾ ചെയ്തെന്ന ദൈവം നമ്മളെ ശിക്ഷിക്കും. കണ്ടാകങ്ങനെ കണ്ണും ചുമന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചെണ്ടുകൾ നിൽക്കുന്നു. കണ്ടിട്ടേയിരുന്നു ഞാനും വരുന്നു, കണ്ണിട്ട് തിരിയുന്നു. കണ്ടിട്ടേ
കളിക്കാം. മണ്ണാങ്കട്ടയിൽ കരികിലയും കണ്ണാരം നോക്കി കളിക്കാം. ലലലല ലലലല മണ്ണാങ്കട്ടയിൽ കരികിലയും കണ്ണാരം നോക്കി കളിക്കാം. കരുവേപ്പിൻ ചുവട്ടിൽ കക്കിടം മാസം കരിവാരം തൊല്ലിൽ കളിക്കാം. കരുവേപ്പിൻ ചുവട്ടിൽ കക്കിടം മാസം കരിവാരം തൊല്ലിൽ കളിക്കാം.
Chama que
General Mayusan, Never prepare